ഒരു സംശയം വന്നാൽ ഇന്ന് നമ്മൾ ചോദിക്കുന്നത് AI ചാറ്റ് ബോട്ടുകളോടാണ്. ഒരു ചിത്രം വേണമെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ AI നിർമ്മിച്ചു നൽകും. സാങ്കേതിക വിദ്യയുടെ വിസ്മയമായി AI മാറുമ്പോൾ മറുഭാഗത്ത് അത് മനുഷ്യരാശിക്ക് വലിയ വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട്. മനുഷ്യന് തന്നെ AI ഭീഷണിയാകുമോ എന്ന ഭയം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. AIയുടെ കടന്നുകയറ്റം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് തൊഴിലിടങ്ങളിലാണ്. കസ്റ്റമർ സർവീസ്, ഡാറ്റ എൻട്രി മുതൽ ഗ്രാഫിക് ഡിസൈനിങ് വരെയുള്ള മേഖലകളിൽ മനുഷ്യർക്ക് പകരം AI കടന്നു കയറുമ്പോൾ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. സത്യമേത് മിഥ്യേതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത കാലത്തിലേക്ക് മനുഷ്യർ പിന്നീട് കടക്കും. ഡീപ് ഫേക്ക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആരുടെയും ശബ്ദവും രൂപവും സ്വീകരിക്കാൻ AIക്ക് കഴിയും. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാനും വ്യക്തിഹത്യ നടത്താനും സൈബർ തട്ടിപ്പുകൾക്കും ഉപയോഗിക്കപ്പെടുന്ന AI യുഗം. സ്വകാര്യ വിവരങ്ങൾ പരസ്യമായി മാറുന്ന കാലം. വ്യക്തികളുടെ സ്വകാര്യത നഷ്ടപ്പെടുന്ന കാലം. സ്വയം നിയന്ത്രിത ആയുധങ്ങൾ, അതായത് ഓട്ടോണമസ് വെപ്പൺസ് പോലും നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നത് ആഗോള സുരക്ഷയ്ക്ക് തന്നെ വലിയ ഭീഷണിയായി മാറുന്ന കാലം അങ്ങ് വിദൂരമല്ല. AIയെ അമിതമായി എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കുന്നത് മനുഷ്യന്റെ സർഗാത്മകതയെയും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിനെ പോലും ബാധിക്കുന്നുണ്ട്. ലളിതമായ കാര്യങ്ങൾക്ക് പോലും AI ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ ബുദ്ധിശക്തി മരവിക്കുന്ന അവസ്ഥയുണ്ടാകും. എന്നാൽ AI ഇല്ലാതിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. സാങ്കേതിക വിദ്യ ഇത്രത്തോളം നമ്മളെ ഭരിക്കാത്ത, മനുഷ്യന്റെ കഴിവുകൾക്ക് മാത്രം പ്രാധാന്യമുണ്ടായിരുന്ന ഒരു കാലം. ഗൂഗിളും AIയും വിരൽത്തുമ്പിൽ ഇന്ന് വിവരങ്ങൾ എത്തിക്കുമ്പോൾ പണ്ട് ലൈബ്രറികളിൽ മണിക്കൂറുകളോളം പുസ്തകങ്ങൾ മറിച്ചിരുന്ന് തിരിയുന്ന കാലം. വിജ്ഞാനകോശങ്ങളും പുസ്തകങ്ങളും മാത്രമായിരുന്നു അന്ന് ഏക ആശ്രയം. ഒരു ഡിസൈൻ ചെയ്യണമെങ്കിലും പെയിന്റ് ചെയ്യണമെങ്കിലും മനുഷ്യന്റെ കൈകൾക്ക് മാത്രമേ അത് സാധിക്കുമായിരുന്നുള്ളൂ. ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഫോട്ടോ നന്നാക്കാനോ ദിവസങ്ങളുടെ അധ്വാനം വേണ്ടിയിരുന്നു. ഇന്ന് AI ചെയ്യുന്ന പല കാര്യങ്ങളും അന്ന് മനുഷ്യർ അവരുടെ ബുദ്ധിയും സർഗാത്മകതയും പൂർണ്ണമായി ഉപയോഗിച്ച് ചെയ്ത് ഫലിപ്പിച്ചിരുന്നു. ഇന്ന് സോഷ്യൽ മീഡിയ ആൽഗോരിതങ്ങൾ മനുഷ്യരെ നിയന്ത്രിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നൽകുന്ന നിർദ്ദേശങ്ങളല്ല, പകരം സുഹൃത്തുക്കളുടെയും മുതിർന്നവരുടെയും അനുഭവങ്ങൾ നമുക്ക് വഴികാട്ടിയായിരുന്ന കാലം. മനുഷ്യർ നേരിട്ട് സംസാരിക്കുകയും സമയം ചിലവഴിക്കുകയും ചെയ്തിരുന്നു. AI ജീവിതം എളുപ്പമാക്കി എന്നത് സത്യമാണ്. പക്ഷേ സാങ്കേതിക വിദ്യയ്ക്ക് പകരം വെക്കാൻ കഴിയാത്ത ചില നിഷ്കളങ്കതയും അധ്വാനത്തിന്റെ മൂല്യവും ആ പഴയ കാലത്തിനും പറയാനുണ്ടായിരുന്നു. ഇന്നൊരാ ലോകത്തെ ഞെട്ടിക്കുന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ടെക് ശതകോടീശ്വരനായ ഇലോൺ മസ്ക്. ഓപ്പൺ AIക്കെതിരായ നിയമ പോരാട്ടത്തിനിടെ കാലിഫോർണിയ കോടതിയിലാണ് അദ്ദേഹം തന്റെ ആശങ്കകൾ അറിയിച്ചത്. AI സാങ്കേതിക വിദ്യയ്ക്ക് മനുഷ്യനെ കൊല്ലാൻ വരെ ശേഷിയുള്ള ഉപകരണമായി മാറാൻ കഴിയുമെന്നും ടെർമിനേറ്റർ സിനിമകളിൽ കാണുന്നത് പോലെയുള്ള ഒരു ഇരുണ്ട ഭാവി ഒഴിവാക്കാൻ മനുഷ്യർ ജാഗ്രത പാലിക്കണമെന്നും മസ്ക് ഓർമ്മിപ്പിച്ചു. AI സാങ്കേതിക വിദ്യ കേവലം ലാഭം മാത്രം ലക്ഷ്യമിടുന്ന സ്ഥാപനമായി മാറിയിരിക്കുകയാണത്രേ. 2015 ഗൂഗിൾ സഹസ്ഥാപകൻ ലാറി പേജുമായി നടത്തിയ സംഭാഷണവും മസ്ക് കോടതിയിൽ വെളിപ്പെടുത്തുകയായിരുന്നു. AI ഒരു പരദീസ തന്നെ സൃഷ്ടിക്കുമെന്ന് ലാറി പേജ് വിശ്വസിച്ചപ്പോൾ അത് വരുത്തിവെക്കാവുന്ന അപകടങ്ങളെക്കുറിച്ച് താൻ ആശങ്കാകുലനായിരുന്നുവെന്ന് മസ്ക് പറഞ്ഞു. ഈ ഭീഷണി മറികടക്കാൻ തന്റെ കമ്പനിയായ ന്യൂറാലിങ്ക് വഴി മനുഷ്യ മസ്തിഷ്കത്തെ AIയുമായി നേരിട്ട് ബന്ധിപ്പിക്കാനാണ് മസ്ക് ശ്രമിക്കുന്നതെന്നും ഇത്തരമൊരു സന്തുലിതാവസ്ഥയിലൂടെ മാത്രമേ മനുഷ്യന് നിലനിൽപ്പുള്ളൂ എന്നാണ് മസ്കിന്റെ വാദം. എന്നാൽ മസ്കിന്റെ വാദങ്ങളെ ഓപ്പൺ AI കോടതിയിൽ ശക്തമായി എതിർക്കുന്നുണ്ട്. കമ്പനിയുടെ വിജയത്തിൽ പങ്കാളിയാകാൻ കഴിയാത്തതിലുള്ള നിരാശയാണ് മസ്കിനെ ഈ കേസിലേക്ക് നയിച്ചതെന്നും ChatGPTയുടെ ആഗോള വിജയം കണ്ടതിനു ശേഷമാണ് മസ്ക് ഈ ആരോപണങ്ങളുമായി രംഗത്തെത്തിയതെന്നും അവർ വാദിച്ചത്. ടെക് ലോകത്തെ രണ്ട് കരുത്തർ തമ്മിലുള്ള ഈ പോരാട്ടം AIയുടെ ഭാവിയിൽ നിർണായകമാകുമോ? സാങ്കേതിക വിദ്യയുടെ ഈ വളർച്ചയും മനുഷ്യന്റെ നിലനിൽപ്പും തമ്മിലുള്ള നിയമയുദ്ധം എങ്ങോട്ടാണ് നീങ്ങുന്നതെന്ന് കാത്തിരുന്ന് കാണണം. യന്ത്രങ്ങൾ ബുദ്ധിമാന്മാരാകുന്ന ലോകത്ത് നമ്മുടെ സ്വാഭാവികമായ ബുദ്ധിയും സർഗാത്മകതയും നഷ്ടപ്പെടാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാം.